എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. പാറു ക്ഷേത്രത്തിൽ വന്ന് മനോരി പ്രാർത്ഥിക്കുകയാണ്. പാറിന്റെ പ്രാർത്ഥന എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി വിചാരിച്ചെന്താന്ന് വെച്ചാൽ പാറു അമേരിക്കയ്ക്ക് പോവല്ലേ, അപ്പൊ പോകുന്നതിന്റെ വിഷമത്തിലാണ് അവൾ ഇത്രമാത്രം സങ്കടപ്പെട്ട് കരയണതൊക്കെയാ. പക്ഷെ മാറിന്റെ മനസ്സിൽ ഇപ്പൊ അതല്ലായിരുന്നു. പാറു വിചാരിച്ച എന്റെ ഭഗവാനെ, താൻ ഇന്ന് വിശ്വത്തോടൊപ്പം ഇറങ്ങി പോവാണ്. ആ സമയത്ത് ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ഇവർക്കൊക്കെ അത് സഹിക്കാൻ പറ്റുമോന്ന് പോലും അറിയത്തില്ല. അത് മാത്രമല്ല, താൻ ഇങ്ങനെ ഒരു ചതി ചെയ്തെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര സമയം തന്നെ സപ്പോർട്ട് ചെയ്ത് തന്റെ കൂടെ നിന്ന ചേച്ചി പോലും തന്നെ ഒറ്റപ്പെടുത്തതേ ഉള്ളൂ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം പറഞ്ഞു ഭയങ്കര വിഷമായി. കാത്തോണെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കണം. അച്ഛൻ്റെ അമ്മയുടെ ചേച്ചിയുടെ ആരുടെ അനുഗ്രഹം ഇല്ലാതെയാണ് ഞാനിന്ന് ഇറങ്ങി പോകാൻ പോകുന്നത്. അതൊക്കെ ഓർത്തിട്ടാണ് പാറു വിങ്ങിപ്പൊട്ടി അവിടെ നിന്ന് കരയണേ. അതിനുശേഷം അവര് ക്ഷേത്രത്തിലെ വീട്ടിലേക്ക് മടങ്ങി പോവാണ്. ഈ സമയത്ത് വിശ്വത്തിന്റെ അടുത്തേക്ക് ഇന്ദ്രൻ വരുവാണ്. ഇന്ദ്രൻ വന്നിട്ട് ഒരു കവർ വിശ്വത്തിന് കൊടുക്കുവാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിശ്വം ചോദിച്ചു, അല്ല ഇതെന്താ ഇന്ദ്രേട്ടാ, ഈ കവറിനകത്ത് എന്താന്ന് ചോദിക്കുക. നീ അത് തുറന്നു നോക്കാൻ പറയണം. അപ്പോഴേക്കും രാജലക്ഷ്മിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. രാജലക്ഷ്മി വന്നിട്ട് ഇതെന്താടാ പതിവ് വിപരീതമായിട്ട് നീ കവറൊക്കെ കൊടുത്തിരിക്കുന്നത്? അല്ലമ്മേ, ഞാൻ ഇവന് വിഷുവിന് ഒന്നും കൊടുത്തില്ലല്ലോ, കൈനീട്ടവും കൊടുത്തില്ല. അത് മാത്രമല്ല പുതിയ ഡ്രസ്സും കാര്യങ്ങളൊന്നും വാങ്ങിച്ചു കൊടുത്തില്ലല്ലോ. അതുകൊണ്ട് ഈ തവണത്തെ വിഷുവിന്റെ വകയായിട്ട് ഈ ഡ്രസ്സ് ഇവന് ഇരിക്കട്ടെ എന്ന് പറയണം. ഡ്രസ്സോ? ഇവന് വേണ്ടി നീ സെലക്ട് ചെയ്ത് വാങ്ങിച്ചോ? പിന്നല്ലാതെ ഞാനല്ലാതെ പിന്നെ ആരാ ഇവന് വാങ്ങിച്ചു കൊടുക്കാനുള്ള എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ അങ്ങോട്ട് തള്ളി മറിക്കുവാണ്. അതിനുശേഷം കവർ തുറന്നു വെക്കാൻ പറയണം. വിശ്വ കവർ തുറന്നു നോക്കുവാണ്. കല്യാണ ഡ്രസ്സ് പോലെ, കാരണം ക്രീം കളറ് ഷർട്ടും മുണ്ടും. ഇതെന്താ ഇന്ദ്രേട്ടാ, കല്യാണത്തിന് ഇടാനുള്ള ഡ്രസ്സ് പോലെ ഉണ്ടല്ലോ. ഇത് എനിക്ക് സെലക്ട് ചെയ്യാൻ തോന്നി. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ സെലക്ട് ചെയ്ത് വെച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇനിയിപ്പം നിനക്ക് ഇതിപ്പോ ഇടാൻ ഇഷ്ടപ്പെട്ടില്ല, നീ ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ ഇടണ്ട, നിന്റെ കല്യാണത്തിന് സമയത്ത് ഇട്ടാ മതി. അപ്പൊ നിനക്കിത് ഉപകരിക്കുമെന്ന് പറയണം. ഇത് കേട്ടതും വിശ്വത്തിന് മനസ്സിലൊരു ഞെട്ടലുണ്ടായി. താനെന്ന് പറഞ്ഞ വിവാഹം കഴിക്കാനായിട്ട് പോകുവാണ്. പക്ഷെ എങ്കിലും ഇതൊന്നും അറിയത്തില്ലാതെ ഇന്ദ്രേട്ടൻ എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് തന്നിരിക്കുന്നത് എല്ലാം ഒരു നിമിത്തം പോലെയാണ് വിശ്വത്തിന് തോന്നുന്നത്. പക്ഷെ വിശ്വത്തിന് അറിയത്തില്ലോ ഇന്ദ്രൻ ഈ കാര്യങ്ങളൊക്കെ അറിയാം. എല്ലാം അറിഞ്ഞുകൊണ്ടാണ് അവനിതൊക്കെ വാങ്ങിച്ചു തന്നിരിക്കുന്നുള്ള കാര്യം. പിന്നീട് രാജേഷ് പറഞ്ഞു, എടാ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ആണ്ട വാങ്ങിച്ചു കൊടുക്കുന്നേ, നല്ല മോഡേൺ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേന്ന് നിൽക്കും. എന്റെ അമ്മേ, അങ്ങനൊന്നുമില്ല, നമ്മുടെ മനസ്സിലാണെങ്കിൽ നമ്മളൊന്നങ്ങ് മേടിച്ചു കൊടുത്തു. പിന്നീട് വിശ്വത്തോട് പറഞ്ഞു, അതെ നീ ഇതൊന്ന് പോയി ഇട്ട് നോക്കിയേ, നിനക്ക് ചേരുവോന്ന് നോക്കട്ടെ എന്ന് പറയാണ്. ഇത് കേട്ടെന്ന് വിശ്വം പറഞ്ഞു, ഇത് കണ്ടാൽ തന്നെ അറിയാൻ പാടില്ലേ എനിക്കിത് ചേരുമെന്നുള്ള കാര്യം. ഒരു കാര്യം ചെയ്യാം, ഞാനിതൊക്കെ ഇട്ടോണ്ട് ഇന്ന് പുറത്തുനിന്ന് പോകാന്ന് പറയണം. കാരണം ഇതിട്ടോണ്ട് പുറത്ത് പോയിട്ട് വേണം ഇന്ന് കല്യാണം കഴിക്കാനായിട്ട്. പുതിയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോയേക്കാം. പാറിന്റെ കഴുത്തിൽ താലി അർത്താൻ പോവല്ലേ. പിന്നീട് വിശ്വ അകത്തേക്ക് പോയിട്ട് ആ ഡ്രസ്സൊക്കെ ഇട്ടോണ്ട് പുറത്തേക്ക് പോകാനായിട്ട് വരുവാണ്. അപ്പൊ രാജലക്ഷ്മി വെച്ചു, എടാ നീ ഇതെങ്ങോട്ടാടാ ഈ ഡ്രസ്സൊക്കെ ഇട്ടോണ്ട്? ഞാൻ പറഞ്ഞില്ലമ്മേ, ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചിട്ട് വരാം, ഷർട്ടും മുണ്ടും ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇടുന്നല്ലേ നല്ലത് എന്നൊക്കെ പറയാം. അത് ശരിയാ, അത് നല്ലൊരു തീരുമാനം തന്നെയാണ് നിന്റെ എന്ന് ഇന്ദ്രൻ പറയാണ്. പിന്നീട് വിശ്വം രാജലക്ഷ്മിയോട് എന്നാ ശരിയപ്പം ഞാൻ പോയിട്ട് വരാന്ന് പറയണം. എന്താടാ പതിവിലും വീഡിയോയുമായിട്ട് നിനക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോന്ന് ചോദിക്കും. എനിക്കെന്ത് ടെൻഷൻ, എനിക്കൊരു ടെൻഷൻ ഇല്ലെന്ന് പറയാം. ഇത് കേട്ടതും ഇന്ദ്രൻ പറഞ്ഞു, അവൻ എന്ത് ടെൻഷനാമേ, അവനിപ്പം സന്തോഷമാ. കാരണം എനിക്ക് അവനോടുള്ള ദേഷ്യം എല്ലാം മാറിപ്പോയില്ലേ, അതുകൊണ്ടാ. പിന്നെ ഒരു കാര്യമുണ്ട് വിശ്വ, നിനക്ക് എന്ത് പ്രശ്നം വന്നാലും നീ എന്റെ രീതിയിലേക്ക് വന്നാൽ മതി കേട്ടോ, വേറെ ആരുടെ സഹായം തരണ്ട. എന്തിനും ഏതിനും സഹായിക്കാനായിട്ട് നിന്റെ ഏട്ടൻ നിന്നോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും എന്ന് പറയണം. അതിപ്പോ തല പോകുന്ന കാര്യമാണെങ്കിൽ ശരി എന്നൊക്കെ ഇന്ദ്രൻ പറഞ്ഞിട്ട് ഇന്ദ്രൻ അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്ത് വിശ്വം അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. രാജലക്ഷ്മി ഓർത്തു, ഇവർക്ക് ഇതൊക്കെ എന്ത് പറ്റി, ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഇന്ദ്രന് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറ്റം വരാൻ കാരണം എന്താ? രാജലക്ഷ്മി പിന്നീട് ഇന്ദ്രന്റെ പുറകെ കൂടി ചെല്ലുവാണ്. ചെന്നിട്ട് വെച്ച്, എടാ ഇന്ദ്ര, നിനക്കിത് എന്താ പറ്റിയത്? ഇന്നലെ വരെ നീ അവനെ ശത്രുവിനെ പോലെ കണ്ടുകൊണ്ടിരുന്നല്ലേ, പെട്ടെന്ന് ഒരു ദിവസം നിനക്ക് ഇത്ര മാറ്റം? അവന് ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നു, അവനോട് സ്നേഹത്തോടെ പെരുമാറുന്നു, ഇതൊക്കെ എനിക്ക് വിശ്വസിക്കാവുന്ന ചോദിക്കും. എന്താമ്മേ, അമ്മയ്ക്ക് എന്താ വിശ്വസിച്ചു കൂടാത്തെന്ന് ചോദിക്കാം. അല്ല ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് അമ്മയ്ക്ക് വിശ്വസിക്കാൻ പ്രയാസമല്ലേ? അതെ, അമ്മ വിശ്വസിച്ചേ മതിയാവുള്ളൂ. ഇനിയിപ്പൊ അമ്മ മനസ്സിൽ വിചാരിക്കാത്ത പല കാര്യങ്ങളും ഇവിടെ നടക്കൂന്ന് പറയണ. പല കാര്യങ്ങളും നടക്കുന്നു. അതേമ്മേ, അമ്മ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്, അമ്മ കണ്ടോളാൻ പറയാണ്. രാജലക്ഷ്മിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. പിന്നീട് ഇന്ദ്രൻ പറഞ്ഞു, മംഗല്യം തന്തുനാനെ എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടുവാണ്. നീ എന്താടാ കല്യാണത്തിന് സമയത്ത് പാടുന്നതൊക്കെ പാടുന്നതെന്ന് പറയാണ്. എന്ത് ചെയ്യാനാ എൻ്റെ അമ്മേ, എനിക്കിപ്പൊ ഇന്ന് ആ ഒരു പാട്ട് പാടാൻ ഒരു മൂടൊക്കെ തോന്നേ. ഒരു കല്യാണത്തിന്റെ ഒരു മേളമൊക്കെ ഇടാനായിട്ട് എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയണം. ഇവന് ശരിക്കും ഭ്രാന്ത് തെളിയുന്നാ തോന്നേ, അല്ലെങ്കിൽ പിന്നെ ഇവന് ഇങ്ങനെയൊക്കെ പറയോ എന്നൊരു ചിന്തയായിരുന്നു രാജലക്ഷ്മിയുടെ മനസ്സിൽ. നിനക്ക് ശരിക്കും എന്താടാ പറ്റിയത്? ആ പല്ലവി നഷ്ടപ്പെടും എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ തന്നെ നിനക്ക് സമനില ഏറ്റിയോന്ന് ചോദിക്കും. അതേമ്മേ, ഇപ്പൊ ശരിക്കും എനിക്ക് സമനില ഏറ്റിരിക്കുക. പക്ഷെ ഇത് വെറുതെയുള്ള സമനിലയല്ല, ഇത് സന്തോഷത്തിൻ്റെതായ സമനില ഏറ്റിച്ചാന്ന് പറയാണ്. അധികം വൈകാതെ കണ്ടു ഞാനിവിടെ കിടന്ന് തുള്ളി ചാടാനായിട്ട് പോവാന്ന് പറയണ. പല്ലവി അങ്ങനെ രക്ഷപ്പെട്ട് പോകത്തൊന്നുമില്ല.
പല്ലവി എന്റെ കോർട്ടിലേക്ക് തന്നെ വരുമെന്ന് പറയണം. എടാ അതെങ്ങനെ സംഭവിക്കും? നിനക്ക് ഭ്രാന്തോടെ നല്ല തന്നെ കോടതി തെളിയില്ലെന്ന് ചോദിക്കുക. ഇല്ലമ്മേ, അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല. പല്ലവിയെ ഞാൻ വരച്ച വരെ നിർത്തും. അതിനുള്ള കളികളാണ്. ഈ ഇന്ദ്രൻ ആരാന്ന് അവർക്കറിയത്തില്ല, അവരറിയാൻ പോകുന്നുള്ളെന്ന് പറയണം. രാജേഷ് പറഞ്ഞു, എടാ ഇന്ദ്ര, മുമ്പത്തെ പോലെ എന്തേലും ചീഞ്ഞ കളികൾ കളിച്ചിട്ട് വീണ്ടും നാറാനാണോ നിന്റെ ഭാവം? അതിന്റെ ആവശ്യമില്ല കേട്ടോ എന്ന് പറയണം. എന്തിനാണ് വെറുതെ ഇങ്ങനെ നാണം കിടുന്നേ? അവള് പോവാണ്, അവളുടെ പാട്ടിന് പോട്ടെ എന്ന് പറയണം. പിന്നെ അവള് പാട്ടിന് പോട്ടെ പോലും അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇന്ദ്രൻ ഒരു കാര്യം തീരുമാനിച്ച തന്നെയാന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് കയറി പോവാ. ആ സമയം വിഷം പുറത്തിറങ്ങിയിട്ട് പാറുവിനെ വിളിക്കുകയാണ്. പാറു നോക്കി ആരെങ്കിലും വരുന്നുണ്ടോന്ന്. ആരും വരുന്നില്ല. പിന്നീട് പതുക്കെ കോളെടുത്തു. എന്താ വിഷം? അതെ, ഞാൻ ഇവിടുന്ന് ഇറങ്ങി, നീ എത്രയും പെട്ടെന്ന് വരണോന്ന് പറയണം. ഇത് കേട്ടോ പാറുവിന് ചങ്കിടിപ്പ. ശരി വെച്ചോ, ഇനി വിളിക്കണ്ടെന്ന് പറയണം. അങ്ങനെ പാറു മുറിക്കകത്തേക്ക് വന്നു. ആകപ്പാടെ എവിടെയൊക്കെ നോക്കി. പാറുവിന് വല്ലാത്തൊരു അസ്വസ്ഥ ഫീൽ ചെയ്യാണ്. ഇത്രയും കാലം ഇവിടെ കഴിഞ്ഞാണ്, പെട്ടെന്നൊരു ദിവസം ഇറങ്ങിപ്പോന്നെ. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ, വീട്ടുകാരുടെ അവസ്ഥ, അത് ചിന്തിക്കാൻ പറ്റുന്നില്ല അപ്പുറമാണ്. പക്ഷെ ഇപ്പൊ താൻ ഇവിടെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ ബാംഗ്ലൂർക്ക് കടത്തും. പിന്നെ അവിടെ നിന്ന് അമേരിക്കയ്ക്ക്. പിന്നെ വിശ്വത്തെ കാണാനോ ഒരിക്കലും അവനോടൊപ്പം ജീവിതം സ്വന്തമാക്കാനോ തനിക്ക് സാധിക്കില്ല. അതിനേക്കാളും ഭേദം ഇപ്പൊ ഇത്ര റിസ്ക് എടുക്കുന്നതല്ലേ നല്ലത് എന്നോർത്ത് പാറു ഇങ്ങനെ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പല്ലവി അങ്ങോട്ട് വരുന്നു. പല്ലവി വന്നിട്ട്, അല്ല എന്താ പറഞ്ഞു ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിക്കുക. ഒന്നുമില്ല, നിന്റെ മൊത്തം വിഷമം ഇതിലായിട്ട് മാറിയില്ലെന്ന് ചോദിക്കും. വിഷമമൊക്കെ മാറി, ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണേ. പിന്നീട് പറഞ്ഞു, അതെ എനിക്ക് പുറത്ത് വരെ പോണോന്ന് പറയണം. അതെന്താ? അല്ല, ജോലിക്ക് പോണമല്ലോ, 2 ദിവസം കൂടെ ഉണ്ട്, റിസൈൻ കാര്യങ്ങളൊക്കെ വെക്കണമല്ലോ, അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാണ്ടെന്ന് പറയാം. ഓ അങ്ങനെ, എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടെ വരാന്ന് പറയണേ. ഇത് കേട്ട പറഞ്ഞു, അത് വേണ്ട, എനിക്ക് 1-2 ഫ്രണ്ട്സിനെ കാണാൻ ചേച്ചി, അതിനുശേഷം ഞാനും കൂടെ മടങ്ങി വന്നേക്കാന്ന് പറയണേ. അങ്ങനെ ശോഭയോടും മുകുന്ദൻ ഭാഷയോടും ഒക്കെ യാത്ര പറഞ്ഞിട്ടാണ് പാറു വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പാറുവിന്റെ കണ്ണ് രണ്ടും നിറഞ്ഞു വന്നു. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പതിവ് പോലെ തന്നെയാണ് പാറു ഇറങ്ങിയത്. ആർക്കും ഒരു സംശയത്തിനൊന്നും ഇട കൊടുത്തില്ല, അല്ലാതെയാണ് പാറു ഇറങ്ങണേ. അങ്ങനെ പാറു പോയി കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിയുടെ ഫോണിലേക്ക് സേതുവിന്റെ കോള് വരുവാണ്. സേതു വിളിച്ചിട്ട് പറഞ്ഞു, അതെ എനിക്കൊന്ന് കാണണമെന്ന് പറയണ. എന്താ? എനിക്കിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടോ, 1-2 സ്ഥലം വരെ പോവാനുണ്ട്, അപ്പൊ എൻ്റെ കൂടെ ഒന്ന് വരുമോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട പല്ലവി പറഞ്ഞു, അതിനെന്താ, ഞാൻ വരാലോ എന്ന് പറഞ്ഞിട്ട് പല്ലവി റെഡി ആയിട്ട് ഇറങ്ങുവാണ്. ഈ സമയം പാറുവിന് വേണ്ടി വിശ്വം വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യുക, പാറു അങ്ങോട്ടേക്ക് ഇരുന്നു. ചെന്ന് കഴിഞ്ഞിട്ട് വിശ്വം പറഞ്ഞ് കയറാൻ പറയാണ്. പാറുവിന് ഭയങ്കര നെഞ്ചിടിപ്പായിരുന്നു. പാറുവിനോട് ചോദിച്ചു, നിനക്ക് ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കാം. എനിക്ക് നല്ല ടെൻഷനുണ്ട്, ഇത് കല്യാണം കഴിഞ്ഞാൽ പോലും എനിക്ക് എങ്ങനെയായി തീരുമെന്ന് ഓർത്തിട്ടൊരു വിഷമമുണ്ട്, എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല എന്ന് പറയാം. വിഷമിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക, എന്തിനു വേദന ഞാനില്ലേ, ഒരിക്കലും ഞാൻ കൈവിടാനൊന്നും പോകുന്നില്ലെന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നേരെ രജിസ്റ്റർ ഓഫീസിലേക്ക് വരുവാണ്. അപ്പോഴേക്ക് ശരവണൻ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രജിസ്റ്റർ സൈൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അകത്തേക്ക് വന്നു. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വിഷ്ണു ചോദിച്ചു, ശരവണ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേന്ന് ചോദിക്കുക. എല്ലാം ഓക്കെയാ, നിങ്ങൾ സൈൻ ചെയ്താൽ മതി എന്ന് പറയണം. അല്ല, സാക്ഷികളില്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ആ കാര്യം ഓർത്തത്, സാക്ഷികളില്ല. ഓ പിന്നെ എങ്ങനെയാ 2 സാക്ഷികളും കൂടെ വേണ്ടേന്ന് ചോദിക്കുകയാണ്. പെട്ടു, ഇനിയിപ്പോ സാക്ഷികളെ എവിടെ കൊണ്ട് ഉണ്ടാക്കും? ആകെപ്പാടെ വിഷമിച്ചു. ഒരു കാര്യം ചെയ്യാം, തൽക്കാലത്തേക്ക് നിങ്ങളിപ്പോ സൈൻ ചെയ്യുക, സാക്ഷികളെല്ലാം വരുന്നവരെ കൊണ്ട് ഞാൻ ചെയ്യിക്കാം. വിഷം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അതിനുള്ള പൈസ ഞാൻ എത്ര വെള്ളം തരാം, ആരെ കൊണ്ടെല്ലാം ചെയ്യിച്ചാൽ മതി. ശരവണൻ പറഞ്ഞു, ആ കാര്യം ഓർത്തൊന്നും പേടിക്കണ്ട, ഈ ശരവണൻ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ജോലി ചെയ്യുമെന്നൊക്കെ പറയണം. അങ്ങനെ അവർ രണ്ടുപേരും സൈൻ ചെയ്ത് വിവാഹം രജിസ്റ്റർ ചെയ്യുവാണ്. അതിനുശേഷം അവര് പതുക്കെ പുറത്തേക്ക് വരുന്ന സമയത്താണ് സേതുവിന്റെ പല്ലവിയുടെ കാർ അങ്ങോട്ട് വരുന്നുണ്ടേ. അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. പെട്ടെന്ന് പല്ലവിയും അല്ല സേതുവിന്റെ പല്ലവിയുടെ കാർ വരുന്നത് കണ്ടപ്പോൾ തന്നെ പാറും വിശ്വം കൂടെ എന്ത് ചെയ്യണം, അങ്ങോട്ടേക്ക് പതുക്കെ മാറി നിൽക്കുകയാണ്. ഒരു മതിലിന്റെ സൈഡിലേക്ക് മാറിയുന്നു. ദൈവം ഇവരെന്തിനാണോ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നേ, ഇനിയിപ്പോൾ തന്റെ കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ എന്നൊരു ടെൻഷൻ അവരുടെ മനസ്സിലേക്ക് വരുവാണ്. അങ്ങനെ എന്തെങ്കിലും ആണ്, അതോടുകൂടി തീർന്നു. പക്ഷെ അവരങ്ങോട്ടേക്ക് വന്ന മറ്റൊന്നിനും വേണ്ടിയിട്ടായിരുന്നില്ല. സേതു ഒരു മുന്നാധാരത്തിന്റെ കാര്യത്തിന് വേണ്ടി അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി വന്നായിരുന്നു. അങ്ങനെ അവരങ്ങോട്ട് കയറി വന്നിട്ട് ശരവണനോട് സേതു ചോദിച്ചു, എന്തായാലും എന്റെ കാര്യങ്ങളൊക്കെ, മുന്നാധാരത്തിന്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആന്ന് ചോദിക്കാം. എന്റെ സേതു ഏട്ടാ, നിങ്ങൾ ഇങ്ങനെ ധൃതി വെച്ചാലോ, നിങ്ങളൊന്ന് സമാധാനപ്പെട്, ഞാൻ അതെല്ലാം ഓക്കെ ആക്കി തരാം, ഒരു ഇച്ചിരി സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക എന്ന് പറയണ. അങ്ങനെ സേതുവും പല്ലവി അവിടെ നിൽക്കുകയാണ്. ഈ സമയത്ത് ശരവൺ പറഞ്ഞു, സേതു ഏട്ടാ ഒരു ഉപകാരം ചെയ്യുമെന്ന് ചോദിക്കുക. എന്താ? ഒരു കല്യാണമാണ്, അവർക്ക് സൈൻ ചെയ്യാൻ ആൾക്കാരും കൂടെ ഇല്ലായിരുന്നു, ഒളിച്ചോടി ഒന്ന് കല്യാണം കഴിച്ചാ, അപ്പൊ ഇത്തേലൊന്ന് സൈൻ ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സേതു ഒന്ന് ആലോചിച്ചു. പല്ലവി പറഞ്ഞു, നല്ല കാര്യമല്ലേ, ചെയ്തേക്കാന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ചെയ്യണം. അപ്പൊ പേര് ആരാ എന്താന്ന് നോക്കിയില്ല, ഒരു കല്യാണം അത്രയ്ക്കേ വിചാരിച്ചുള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും അവർ നോക്കിയില്ല. അങ്ങനെ അവർ രണ്ടുപേരും സാക്ഷികളായിട്ട് അവിടെ സൈൻ ചെയ്യുവാണ്. സൈൻ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് സേതുവിനോട് പല്ലവി പറഞ്ഞു, നമുക്കോ ഇങ്ങനെയൊന്നും കല്യാണം കഴിക്കാൻ പറ്റിയില്ല, ഇപ്പൊ കണ്ടില്ലേ ആരോ 2 പേര്
പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കും. അതിന് സൈനെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെന്ന് ചോദിക്കുക. എത്ര കാലം നമ്മളിങ്ങനെ കാത്തിരിക്കുന്നത്, അല്ല സേതുവേട്ടാന്ന് പറയാ. ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമാണ് പല്ലവി. അധികം വൈകാതെ തന്നെ പല്ലവിയെ ഡിവോഴ്സ് കഴിയുമല്ലോ. അപ്പം നമുക്ക് ഇങ്ങനെ കല്യാണമൊക്കെ രജിസ്റ്റർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോവാ. ഇതവിടെ മറിഞ്ഞു നിന്ന് പാറും വിശ്വം കേട്ടു. അവർക്ക് മനസ്സിലായ സാക്ഷികളായിട്ട് ഒപ്പിട്ടിരിക്കുന്ന അവരാന്നുള്ള കാര്യം പാറുവിന്റെ കണ്ണിലുണ്ടെന്ന് അറിഞ്ഞു വന്നു. എന്റെ ഭഗവാനെ, അറിയാതെ ആണെങ്കിലും പല്ലവി ചേച്ചി അതിന്റെ നിമിത്തമായിട്ട് മാറിയിരിക്കുകയാണ്. തന്റെ കല്യാണത്തിന് സാക്ഷിയായിട്ട് മാറിയിരിക്കുക. ഒരുപക്ഷെ അവര് ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അറിഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല അവരുടെ പ്രതികരണം. ഉറപ്പായിട്ട് വിവാഹം പോലും നടക്കില്ലല്ലോ. പിന്നീട് അവരങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും പാറുവിന് സങ്കടം സഹിക്കാൻ പറ്റില്ല. പിന്നീട് പാറു വെച്ച് നമ്മൾ എങ്ങോട്ടാ പോണേന്ന് ചോദിക്കാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്റെ വീട്ടിലേക്ക് പോകാന്ന് പറയണം. ഇത് കേട്ടതും പാറുവിന് ടെൻഷനായി. അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ആരും കയറ്റുവോ, അമ്മ കയറ്റുവോ എന്നൊക്കെ ചോദിക്കാം. നമുക്ക് പോയി സംസാരിക്കാം അമ്മയോട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് ഇറങ്ങുവാണ്. അങ്ങനെ ഇറങ്ങി വീട്ടിലേക്ക് ചെല്ലുവാണ്. വീട്ടിലേക്ക് എന്ത് ചെയ്യുമ്പോഴത്തേനും രാജലക്ഷ്മി ഇറങ്ങി വന്നേ. പാറിന്റെ കൈയും പിടിച്ചോണ്ട് വിശ്വം അങ്ങോട്ട് കയറി ചെല്ലണമെന്നപ്പോ രാജലക്ഷ്മി അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് അന്തം വിട്ട് നോക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ രാജലക്ഷ്മിക്ക് ഒരു കാര്യം മനസ്സിലായി, കല്യാണം കഴിഞ്ഞെന്ന്. രാജലക്ഷ്മിക്ക് ദേഷ്യം വന്നു. രാജലക്ഷ്മി അവിടെ കിടന്ന് വായി വന്നെല്ലാം വിളിച്ചു പറയണം, കല്യാണം കഴിഞ്ഞ് നിന്റെയല്ലേ എടാ, ഇതിനു വേണ്ടിട്ടാണോടാ നീ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? ദേ, എന്തെങ്കിലും വിചാരം മനസ്സിലൂടെ അകത്തേക്ക് കയറാന്നുള്ള അതങ്ങോട്ട് മനസ്സിൽ നിന്ന് അങ്ങ് മായച്ചു കളഞ്ഞാൽ മതി. ഒരു കാരണവശാലും അകത്തേക്ക് കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. ഈ രാജലക്ഷ്മിയുടെ കളി, നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ ഇവളെയും വിളിച്ചോണ്ട് ഇങ്ങോട്ട് കയറി വരാനായിട്ട്? ഇവളുടെ ചേച്ചി കാരണം എന്റെ മൂത്ത മോന്റെ ജീവൻ നശിച്ചു. നിന്റെ ജീവൻ നശിക്കാൻ വേണ്ടി നീ ഇവളെ ഇങ്ങോട്ട് കെട്ടിയിരുന്ന് വിളിച്ചിട്ട് വന്നേ, ഇറങ്ങിപ്പോടാ അവിടെ നിന്നും പറഞ്ഞുകൊണ്ട് ആട്ടി ഇറക്കുവാണ്. അവസാനം പാർവന് വേണ്ട വിഷയം, നമുക്ക് ഇവിടെ നിൽക്കേണ്ട, നമുക്കിവിടുന്ന് പോകാന്ന് പറയണം. അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങുവാണ്. അങ്ങനെ ഇറങ്ങി നിന്നപ്പോഴത്തേനും പാറിന് വിളിച്ചു. പാറിന് വിശക്കുന്നില്ലെന്ന് ചോദിക്കുകയാണ്. വിശക്കുന്നുണ്ടെന്ന് പറയണം, പക്ഷെ എനിക്കൊന്നും കഴിക്കാൻ തോന്നില്ല. അത് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാന്നേ? ബാ, നമുക്കിനി കഴിക്കാൻ, ഇനി എങ്ങോട്ടാ പോകേണ്ടതെന്ന് പോലും അറിയത്തില്ല. എന്തായാലും കഴിച്ചിട്ട് പോകാന്ന് പറയാം. പക്ഷെ പാറിന് വിശപ്പും ദാഹമൊന്നുമില്ല. പാറിന്റെ വിശപ്പും ദാഹമൊക്കെ എപ്പോഴേ കെട്ടുപോയി. പിന്നീട് വിഷം നിർബന്ധിച്ച് ഒരു കടലേക്ക് കൊണ്ടുപോവാണ്. ഈ സമയത്താണ് സേതുവും പല്ലവിയും അങ്ങോട്ടേക്ക് വരുന്നത്. അവര് വന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് അങ്ങോട്ട് ഇരുന്നു. അപ്പോഴേക്കും പാറുവും വിശ്വവും കൂടെ വരുന്ന കണ്ടു. പാറിനെ വിശ്വത്തിനെ കണ്ടപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നില്ല. അവര് ഫ്രണ്ട്സ് സംസാരിച്ചു, അത്രയും വിചാരിച്ചുള്ളൂ. അങ്ങനെ വിശ്വത്തോടും പാറുവിനോടും സേതുവും പല്ലവിയും കൂടെ സംസാരിക്കുകയാണ്. പക്ഷെ അതിനുശേഷമാണ് ആ പാറു കാര്യങ്ങൾ പറയണേ. ചേച്ചി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് എന്റെ കല്യാണം കഴിഞ്ഞു വിശ്വമായിട്ടെന്ന് പറയണം. ഒരു നിമിഷം പല്ലവി ഞെട്ടിപ്പോയി. എന്താ സംഭവിച്ചെന്ന് പോലും പല്ലവിക്ക് മനസ്സിലായില്ല. പിന്നീടാണ് പറഞ്ഞത്, ഇപ്പൊ എന്റെ വിവാഹം കഴിഞ്ഞുള്ളൂ. വിവാഹത്തിന് സാക്ഷികളായിട്ട് സൈൻ ചെയ്ത് പല്ലവി ചേച്ചി സേതുവേണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് അവര്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.